നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. താന്യത്ത് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് നവദേവാലയത്തിന്റെ കൂദാശകർമ്മം തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന CPM BJP അവിശുദ്ധ അഴിമതി ഭരണത്തിനെതിരെ ഭരണമാറ്റത്തിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് മുൻ MP TN പ്രതാപൻ പറഞ്ഞു. UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AICC സെക്രട്ടറി TN പ്രതാപൻ. വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അത് സഖാബ് കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസ്റ്റുകാരൻ, AKGയുടെ കമ്മ്യൂണിസ്റ്റുകാരൻ, EMSന്റെ കമ്മ്യൂണിസ്റ്റുകാരൻ ഉൾപ്പെടെ പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും DYFI ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മിടുക്കന്മാരായ നല്ല പുതിയ തലമുറ കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളുടെ പാർട്ടിയുടെ ചെങ്കൊടി പണയപ്പെടുത്തി ഞങ്ങളുടെ പാർട്ടിയുടെ ആദർശങ്ങളും മൂല്യങ്ങളും വെടിവെളിച്ചു. BJPയുടെ താമരയും ഞങ്ങളുടെ പാർട്ടിയുടെ അരിവാളും കൂടി ഒരുമിച്ച് കെട്ടി അതിന് ഞങ്ങൾ ഇത്തവണ മറുപടി കൊടുക്കും എന്ന് പറയുന്ന നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിക പഞ്ചായത്തിലുണ്ട് എന്ന കാര്യം അടുത്ത ദിവസം ഈ ഡിസംബർ 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമ്മളെല്ലാവരും കാണും. ഈ നേരമാകുമ്പോഴേക്കും നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിൽ മഹാഭൂരിപക്ഷം വാർഡുകൾ നേടി UDFന്റെ വൻപിച്ച വിജയം ഈ നാട്ടിക പഞ്ചായത്തിൽ ഉണ്ടാകും എന്ന കാര്യം 100% ഉറപ്പാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CM മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, BR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് AT നേന, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ BD സന്ദീപ്, ഷോല മഹേഷ്, ഷാമില സലീം, UDF നാട്ടിക പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ രമ്യ അനിൽകുമാർ, ഗിരിജ മണികണ്ഠൻ, KA ഷൌക്കത്ത് അലി, PM സിദ്ദിഖ്, സുബില പ്രസാദ്, PC മണികണ്ഠൻ, CS മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, ബിന്ദു പ്രദീപ്, AV ബാബു, P വിനു, ശ്രീവിദ്യ ചെമ്പിപ്പറമ്പിൽ, സീന ഉണ്ണികൃഷ്ണൻ, ചക്രപാണി പുളിക്കൽ എന്നിവർ പങ്കെടുത്തു. കൺവെൻഷന് ശേഷം വനിതകളുടെ ശിങ്കാരി മേളത്തോടുകൂടി പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെ അണിനിർത്തി റോഡ് ഷോയും നടന്നു. ലെല്ല പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ബാപ്പു വലപ്പാടിന്റെ 17ാമത്തെ രചനയും ചെറുകഥാ സമാഹാരവുമായ കാരുണ്യത്തിന്റെ കൈകൾ പ്രകാശനം ചെയ്തു. വലപ്പാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് മുൻ MLAയും ചലച്ചിത്ര സംവിധായകനുമായ PT കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഒരു പൊട്ടൻഷ്യൽസും ഇല്ല, ഒരു തരത്തിലുള്ള ജാടകളുമില്ല, എല്ലാവരും തുറന്നെഴുതിയ അപൂർവമായ ഒരു പുസ്തകമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് എല്ലാ എഴുത്തുകാരും മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വെളിപ്പെടുത്തലുകളാണ്. അവരുടെ ജീവിതത്തിലൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നടത്തിയ സ്വാധീനവും പലരും രാജ്യവേലായുധത്തെ അനുസ്മരിക്കുമ്പോൾ അടച്ചോനബോധം. ഗ്രന്ഥരചയിതാവും ലെല്ല പബ്ലിക്കേഷൻസ് ഡയറക്ടറുമായ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരനും തൃശൂർ ക്രൈംബ്രാഞ്ച് DYSPയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ബാപ്പുക്ക് എപ്പോഴും തന്നെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും
ദയയുടെയൊക്കെ കഥയാണ് ബാപ്പുക്ക പറയാറുള്ളത്. മനുഷ്യ സ്നേഹത്തിൻ്റെ അളവറ്റ മനുഷ്യ സ്നേഹത്തിൻ്റെ കഥകളാണ് ബാപ്പുക്ക നിങ്ങളോട് എക്കാലവും പറഞ്ഞത്. ഒരിക്കൽ പോലും ബാപ്പുക്കയുടെ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ബാപ്പുക്ക എഴുതുന്ന കഥയിൽ ഒരിക്കലും ഒരു ദുരന്തപൂർണമായ ഒരു അവസാനം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നോക്കിക്കോളൂ. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എം.എ. സലിം പുസ്തകം ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയ വലപ്പാട് GHSSലെ അധ്യാപിക വിനോദിനി, ജീവകാരുണ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബ്ദുൾ അസീസ് തളിക്കുളം എന്നിവരെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ലല്ല പബ്ലിക്കേഷൻസിന്റെ പുരസ്കാരം നൽകി ആദരിച്ചു. മുഹസിൻ പാടൂർ, ഡോക്ടർ സുഭാഷിണി, ചിദംബരൻ, PN പ്രോവിന്റ്, സംഗീത കൃഷ്ണൻ, നൌഷാദ് പോക്കാക്കിലത്ത്, ഷംസുദ്ദീൻ ഇളയടത്ത്, സുകുമാരൻ വള്ളാഞ്ചേരി, റൌഫ് ചേറ്റുവ എന്നിവർ സംസാരിച്ചു. 55-ാം വർഷം കൂടിയാണ്. 1970-ലാണ് രാജ്യത്തെ പുസ്തകം പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ 2025 55 വർഷക്കാലമായി ഈ നാട്ടിയ മണപ്പുറത്ത് എൻ്റെ എഴുത്ത് തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളാണ്. അത് വളരെ ആത്മാർത്ഥമായി ഞാൻ അവരുമായി ഏറ്റവും അടുക്കുകയും ബന്ധപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് അന്ന് ആ ബന്ധങ്ങളൊക്കെ എനിക്ക് തുടരാൻ കഴിഞ്ഞു. അതുകൊണ്ട് വളരെയേറെ സംതൃപ്തിയുണ്ട്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ഷില്ലി ജിജുമോന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പുള്ളു സ്വദേശി കൊച്ചുവേലായുധൻ. പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപരിഹാര തുക ലഭ്യമാക്കിയതിന് സഹായിച്ച വാർഡ് മെമ്പർ തന്നെ വീണ്ടും മത്സരിക്കുന്നതിന്റെ സന്തോഷം കൊച്ചുവേലായുധൻ പങ്കുവച്ചു. തനിക്ക് വീട് നൽകിയ LDFനോടുള്ള നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാകുമെന്നും അതുകൊണ്ടാണ് തന്റെ പെൻഷൻ തുകയിൽ നിന്ന് മാറ്റിവെച്ച പൈസ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാൻ നൽകിയതെന്നും കൊച്ചുവേലായുധൻ പറഞ്ഞു. തളിക്കുളം ചിലങ്ക ബീച്ച് ആലിങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിൽ മഹാലക്ഷദീപ സമർപ്പണം നടത്തി. ഞായറാഴ്ച വൈകിട്ട് കപിലാശ്രമം തേജസ്വരൂപാനന്ദ സരസ്വതി സ്വാമി ഭദ്രദീപം തെളിയിച്ചു. റിട്ടയേർഡ് IPS ഓഫീസർ ഉണ്ണിരാജൻ, കർണാടക ഹിന്ദു മഹാസഭാ പ്രസിഡന്റ് ഡോക്ടർ മനോജ്, സിനിമാ രംഗത്തെ പ്രമുഖരായ ദേവൻ, കുമാരി ദേവനന്ദ, മോക്ഷ, ഋഷി സുരേഷ് എന്നിവർ പങ്കെടുത്തു. മറ്റുള്ളവരും 100% വ്രതശുദ്ധിയോടെ ചണ്ഡികാ മഹാദേവിയുടെ മുമ്പിൽ സർവാത്മന സമർപ്പിച്ചുകൊണ്ട് നിഷ്ഠാപൂർവം ജീവിക്കാറുണ്ട്. ഇത് കഴിയുന്നതോടെ നമുക്ക് പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഭാവഹാവാദികൾ എന്നുള്ള പേരുണ്ടാവും. സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും നമ്മുടെ വ്യക്തി ഹൃദയങ്ങളിലേക്കും ഈ ദീപപ്രചരണത്തിലൂടെ അനുഗ്രഹം വർഷിക്കപ്പെടണമെങ്കിൽ അങ്ങനെ ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാണ് എന്ന് നമ്മളൊന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ആകും നമ്മളൊക്കെ എന്ന് വിചാരിക്കാമല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ആണല്ലോ, അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വാടാനപ്പള്ളിയിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ലക്ഷദ്വീപം എന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ ഒരു ദീപം പ്രചരിപ്പിക്കുക എന്നത് സാധാരണ ക്ഷേത്രാങ്കണങ്ങളിലൊക്കെ ഹൈന്ദവ പരിപാടികളിലെ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളിലൊക്കെ പതിവുണ്ട്. ആ ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയൊക്കെ ഒരു വലിയ ഒരു മുഹൂർത്തമായി ഞാൻ എന്നെ കാണുകയാണ്. ഇവിടെ വന്നവർക്കും ഇവിടെ വേദിയിലിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. CITU വാടനപ്പള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം CITU നാട്ടിക ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനർ സുരേഷ് മാഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ശാന്തി ഭാസി, ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി AB മണികണ്ഠൻ, ഹരിത കർമ്മസേന ഏരിയ കമ്മിറ്റി അംഗം ഷീല സോമൻ, ആശാ വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഓമന ശശി എന്നിവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പൊക്കാഞ്ചേരി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ശാന്തി ഭാസിക്ക് കെട്ടിവെക്കാനുള്ള തുക CITU ആശാ വർക്കേഴ്സ് യൂണിയൻ വാടനപ്പള്ളി മേഖലാ പ്രസിഡന്റ് ഓമന ശശി ചടങ്ങിൽ കൈമാറി. താന്യത്ത് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. താന്യം ചന്ത പരിസരത്ത് നിന്നും പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണത്തിന് എത്തിയത്. പ്രകടനത്തിന് LDF നേതാക്കളായ MB മുകേഷ്, ഷീന പറയങ്ങാട്ടിൽ, CP ജോസ്, AS ജിംഷാർ, TV മദനമോഹനൻ, അഡ്വക്കേറ്റ് PR ഷിനോയ്, CL ജോയ്, രാജൻ ബാബു കരാട്ടുപറമ്പിൽ, VG മോഹനൻ, സിബിൻ സി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ KP സന്ദീപ്, TB മായ, MB സുരേഷ്, സിജോ പുലിക്കോട്ടിൽ എന്നിവരും പ്രകടനത്തിൽ പങ്കെടുത്തു. വാർഡ് 1 VK സന്തോഷ്, 2 ഷിമ്മി ശിവദാസ്, 3 സംഗീത മനോജ്, MK ശിവരാമൻ 4 വാർഡ്, 5 അജിത മോഹൻ, 6 AK അനിൽകുമാർ, 7 KR പ്രതീഷ്, 8 ഷൈനി ബാലകൃഷ്ണൻ, 9 KV സതി, 10 സജിത സുനിൽകുമാർ, 11 KA ബാബു, 12 PR സുരേന്ദ്രനാഥ്, 13 മീന സുനിൽ, 14 നളിനാക്ഷൻ, 15 ഹിമ പ്രവീൺ, വാർഡ് 16 ഷാനിബ നൌഷിൽ, 17 മിനി ചന്ദ്രൻ, 19 NA പീതാംബരൻ എന്നിവരാണ് LDF സ്ഥാനാർത്ഥികൾ. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ LDFിലെ 15 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, KC പ്രസാദ്, VA ഷാജുദ്ദീൻ, CM നിസാർ, KK അനിൽകുമാർ, ശാന്തി ഭാസി, ഗിരീഷ് മാത്തുക്കാട്ടിൽ, VR ഷിജിത്ത്, AA യൂസഫ്, ഓമന മധു, KD സതീഷ്, MB മധു എന്നിവർ പങ്കെടുത്തു. വാർഡ് 1 സുധർമ്മൻ TK, 2 ഹേമലത പ്രതാപൻ, 3 ഷാജഹാൻ, 4 ബീന ശിവരാമൻ, 5 നിലേഷ് ജിത്ത്, 7 വർഷ മഹേഷ്, 8 വസന്ത മണി, 9 സുജിത്ത് MS, 11 PR സുശീൽ, 12 ER റെജീന, 13 സുധീഷ്, 15 മുരളീധരൻ B,
16 അജിത സുദർശനൻ, 19 ഷൈജ ഉദയകുമാർ, 20 ഷക്കീല ഉസ്മാൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി പരിസരത്തു നിന്നും പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തിയത്. 15 പേരാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇവിടെ മത്സരിക്കുന്നത്. എല്ലാ ചെറുപ്പക്കാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ പ്രാഗൽഭ്യമുള്ള സഖാവ് ഷക്കീല ഉസ്മാനെ പോലുള്ള സഖാവ് സുധീഷിനെ പോലെയുള്ള ഭരണരംഗത്ത് പരിചയമുള്ള ആളുകളും പുതിയ ചെറുപ്പക്കാരുമുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും അവർ ജയിച്ചു വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എടത്തിരുത്തിയിൽ നിന്നും പ്രകടനമായി എത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെയാണ് ഓരോ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ BK ജ്യോതിപ്രകാശ്, AV സതീഷ്, ഷീന വിശ്വൻ, മഞ്ജുള അരുണൻ, KG സുഖദേവ്, TN അജയകുമാർ, MK ഫൽഗുണൻ, KS ഷനിത്, PK ഷാജു എന്നിവർ സംബന്ധിച്ചു. നാട്ടിക പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ സമർപ്പിച്ചു. വാർഡ് 1-ൽ പുഷ്പ കുട്ടൻ, 2-ൽ ജീജ ശിവൻ, 3-ൽ IP മുരളി, 4 AM ദിൽഷാദ്, 5 വിനീഷ സിജിൻ, 6 ശിവലാൽ, 7 രജനി ബാബു, 8 പൗർണമി ലാൽ, 9 സുജാത ശരത്, 10 പവിത്രൻ KV, 11 ശശികല ഷൺമുഖൻ, 12 സിമിമോൾ, 13 ഉണ്ണികൃഷ്ണൻ, 14 ഭാരതി വേലായുധൻ, 15 KK സന്തോഷ് എന്നിവരാണ് പത്രിക സമർപ്പിച്ചത്. CPM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകാൻ പുറപ്പെട്ടത്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA ഹാരിസ് ബാബു സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ചു. LDF കൺവീനർ MR ദിനേശൻ, ചെയർമാൻ CS മണി, KB ഹംസ, വിജയരാഘവൻ, V ശ്രീകുമാർ, UK ഗോപാലൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളോടൊപ്പം അണിനിരന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് തൃശൂർ ഈസ്റ്റ് സെന്റർ കൺവെൻഷനോടനുബന്ധിച്ച് നടത്തിയ പൊതുയോഗം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഈസ്റ്റ് സെന്റർ പാസ്റ്റർ PN ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഷാരോൺ ചർച്ച് അന്തർദേശീയ പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോസഫ്, ദേശീയ ജനറൽ സെക്രട്ടറി പാസ്റ്റർ റോയി ചെറിയാൻ, ദേശീയ ജോയിന്റ് സെക്രട്ടറി ബ്രദർ ജോൺ പുലിക്കോട്ടിൽ, സെന്റർ ട്രഷറർ ജോഷി ചീരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പാസ്റ്റർമാരായ KV ഷാജു, KJ ഫിലിപ്പ്, PM ജോൺ, PT ജോൺ എന്നിവർ സംസാരിച്ചു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് നവദേവാലയത്തിന്റെ കൂദാശ കർമ്മം തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് സഹകാർമ്മികനായി ആദ്യ ദിവ്യബലി സമർപ്പണം നടത്തി. ഏനാമാവ്, കണ്ടശങ്കടവ്, മണലൂർ കിഴക്ക് ഇടവകയിൽ നിന്നുള്ള 200ഓളം കുടുംബങ്ങളെ ചേർത്താണ് 1989 ഇടവക നൽകിയത്. ഇന്ന് ഇടവകയിൽ 320 കുടുംബങ്ങളുണ്ട്. പള്ളി കൂദാശ കർമ്മത്തിന്റെ ഭാഗമായി ഇടവക അതിർത്തിയിലെ 10 തിരഞ്ഞെടുത്ത വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ 1 ലക്ഷം രൂപ വീതം സഹായം നൽകും. ചടങ്ങുകൾക്ക് ഡോക്ടർ ആന്റണി തോപ്പിൽ, ട്രസ്റ്റി പാവു ചിറമ്മൽ, ജോയിന്റ് കൺവീനർ സ്റ്റീഫൻ ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. അങ്ങയുടെ സഭയെ വിശുദ്ധിയിൽ പൂർണ്ണമാക്കുന്നതിനും ഈ ഉദാശകർമ്മം ഭക്തിയോടും ആദരവോടും കൂടി നിർവഹിക്കുന്നതിനും ജീവിതകാലം മുഴുവൻ അങ്ങയുടെ വിശുദ്ധ സഭയിൽ നൈരന്തത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ അങ്ങയുടെ ആലയം സ്ഥാപിക്കുകയും എടശ്ശേരി മാനങ്ങത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തി.
പെരിങ്ങോട് രാജേഷ് പണിക്കർ, ഏങ്ങണ്ടിയൂർ ഹേമചന്ദ്രൻ പണിക്കർ, പെരിങ്ങോട് അതുൽകൃഷ്ണ പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചേറ്റുപുഴ വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി സരൽകുമാർ, അക്ഷയ്, മുഖ്യരക്ഷാധികാരി പുഷ്പാങ്കദൻ മാനങ്ങത്ത്, പ്രസിഡന്റ് MP ഭരതൻ, സെക്രട്ടറി MK പ്രമോദ്, ട്രഷറർ MB ബാക്കുലയൻ എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് അഷ്ടമംഗല പ്രശ്നം നടന്നു വരികയാണ്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന ഈ അഷ്ടമംഗല പ്രശ്നം പ്രധാനമായും പെരിങ്ങോട് രാജേഷ് പണിക്കരുടെ നേതൃത്വത്തിൽ ശ്രീ ഏങ്ങണ്ടിയൂർ ഹേമചന്ദ്രൻ പണിക്കരും അതുൽ പണിക്കർ തുടങ്ങിയവരുടെ കൂട്ടായ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലുള്ള ദോഷങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഭാവിക്ക് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഷ്ടമംഗല പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. താന്യത്ത് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് നവദേവാലയത്തിന്റെ കൂദാശ കർമ്മം തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.